ഇപ്പൊ ലാസ്റ്റ് എടുത്ത അളവെന്താണ്? അവരെ ശംസുൽ ഉലമ ആട്ടിവിട്ടിട്ടുണ്ട് എന്നാണ്. ശംസുൽ ഉലമ ആട്ടിവിട്ടിട്ടുണ്ട്. ആരാ പറഞ്ഞത്? കുട്ടി ഹസൻ ദാരിമി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതാണ് പിന്നെ സ്വന്തം നേതാവിനെ പോയിരുന്നവൻ ഓർമ്മല്ല, മണിക്കൂറുകൾ ഇരുന്നത് ഓർമ്മല്ല, ഈ സംഭവം ഒന്നും ഓർമ്മല്ല. കുട്ടി ഹസൻ ദാരിമിയാണ് ഇപ്പോ സിഖത്തായ വിശ്വസ്തനായ റാവി. അതുകൊണ്ട് ആ റാവിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ അങ്ങനത്തെ ഓരോന്നാങ്ങൾ അത് വലിയ വലിയ ആൾക്കാരൊക്കെ ഷെയർ ചെയ്ത് ആദ്യം വഹാബിനൊന്നും കൊണ്ടുവരും. വഹാബിൻ്റെ പോസ്റ്റ് ഉണ്ടില്ലേ, വഹാബ് സഖാഫി മമ്പാട്, കുരുവട്ടൂരികളുടെ ഔല്യനെ അടിച്ചോടിക്കാൻ ഉത്തരവിട്ട് ശംസുൽ ഉലമ. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഔലിയാക്കൾ അംഗീകരിക്കുന്നവർ നമ്മൾ തന്നെയാണ്. അതെ, സംശയിക്കണ്ട, അത് ഞങ്ങളുടെ മശായിഖ് തന്നെയാണ്. ശംസുൽ ഉലമ അവരംഗീകരിക്കുകയാണ് ചെയ്തത്. ഇറക്കി വിട്ടു നാരാളാ പറഞ്ഞ് കുട്ടി ഹസൻ ദാരിമി. കുട്ടി ഹസൻ ദാരിമി നിങ്ങൾക്ക് എന്നെ സ്വീകാര്യ ആയത്? അതൊന്ന് ഉറപ്പിച്ച് പറയണം. കുട്ടി ഹസൻ ദാരിമി നിങ്ങൾക്ക് സ്വീകാര്യമാണോ അല്ലേ? തുറന്നു പറയണം. നിങ്ങളെ നേതാവ് പോയിരുന്ന സ്ഥലത്ത് നേതാവിനേക്കാൾ വിശ്വസ്തനാണ് അത്ര പേർക്ക് കുട്ടി ഹസൻ ദാരിമി. അത് ഒരാൾ പറഞ്ഞു, എ പി ഉസ്താദിനേക്കാൾ ഈ വിഷയത്തിൽ വിശ്വസ്തനാണല്ലോ കുട്ടി ഹസൻ ദാരിമി. അതുകൊണ്ട് കുട്ടി ഹസൻ ദാരിമി പറഞ്ഞ ചില സ്വഹീഹായ ഹദീസുകളെ ഞാൻ അത് ഉദ്ധരിക്കുകയാണ്. ബുഖാരിയിലായിക്കോട്ടെ. എന്നിട്ട് നമ്മക്കൊന്ന് നോക്കാലോ ഏതാ ശരി. നിങ്ങൾ ആരെയായി പേടിപ്പിക്കണ്? അപ്പോ ആദ്യം കുട്ടി ഹസൻ ദാരിമി എന്ന് പറഞ്ഞോട്ടെ. എന്താ പറയാൻ പോണ്ട? ഇബലെ യൂട്യൂബർമാരെന്നെ ഇട്ടതാ ഞാൻ എടുത്തുകൊണ്ടുവരുന്നത്. പിന്നെ നമ്മൾ ഇട്ടു പറയണ്ടല്ലോ. അതാ കുട്ടി ഹസൻ ദാരിമി പറയുന്നുണ്ട്, ജീവിതകാലത്ത് രണ്ടും ഒന്നായ കാലം, ഏത് സമസ്ത പിരിച്ചിട്ടില്ല, അന്ന് തന്നെ സ്വന്തം വീട്ടിലേക്ക് കാന്തപുര അബൂബക്കർ മുസ്ലിയാർ വന്നപ്പോ മൂപ്പരെ ശംസുൽ ഉലമ ഇറക്കി വിട്ടു എന്നാണ്. റവാഹു കുട്ടി ഹസൻ ദാരിമി. സ്വഹിയായ റാവിയാണ്, ഒരു സംശയവുമില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ഒന്ന് ശരിയാണോ എന്ന് ആദ്യം ഒന്ന് ഉറപ്പിക്കാം. കുട്ടി ഹസൻ ദാരിമി ഓരോന്ന് വൈക്ക് ഇങ്ങനെ വന്നോട്ടെ, ആദ്യം വന്നോട്ട് പറഞ്ഞോട്ടെ. ഒരു ജില്ലയിൽ നിന്ന് ഒരാളൊക്കെ ചെല്ലുക, ആരെങ്കിലും അങ്ങോട്ട് കയറി ചെല്ലുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എ പി അബൂബക്കർ മുസ്ലിയാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവസാനമായിട്ട് മൂപ്പര് വന്നിട്ട് ഇങ്ങനെ ബാതിലും പിടിച്ചിങ്ങനെ നിന്ന്, പുറത്തു പോവാ, നീ എന്തിനാണ് ഇങ്ങോട്ട് കയറി വരുന്നത്? നീ ഇങ്ങോട്ട് കയറാൻ പാടില്ല. ഞാൻ ഞെട്ടിപ്പോയി. ഒരു എതിർപ്പില്ലാത്തൊരു കാലം. ഇങ്ങോട്ട് വരരുത്. മർക്കസിന്റെ പ്രസിഡന്റ് ശംസുൽ ഉലമ, സെക്രട്ടറി എ പി അബൂബക്കർ മുസ്ലിയാർ. മൂപ്പര് ഭയ ലോകത്തിന് അങ്ങനെ വന്നതാ. ഇവിടേക്ക് ഇനി കയറാൻ പാടില്ല, എന്റെ പറമ്പിൽ കയറാൻ പാടില്ല. ഇരിക്കുന്ന പണി ആർക്കുമില്ല. ഒരാള് ആഭ്യന്തര സഹമന്ത്രി ഒന്ന്. അപ്പൊ ബഹുമാന്യനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സമസ്ത പിരിയുന്നതിന് മുമ്പ് വെള്ളിമാട് കുന്നിലെ വീട്ടിലേക്ക് വരുന്നു. എന്താ പറയുന്നത്? പുറത്തിറങ്ങണം, ഇവിടെ നിൽക്കാൻ പാടില്ല, എന്റെ പറമ്പിൽ ചവിട്ടിപ്പോകരുത്. റവാഹു കുട്ടി ഹസൻ ദാരിമി. ഇത് ശരിയാണോ അല്ലേ? ചോദ്യം ഒന്ന്. ഇത് ശരിയാണോ അല്ലേ? ഇനി രണ്ട് ട്ടോ. അടുത്ത് മൂപ്പരൻ ഒന്നുകൂടി പറഞ്ഞോട്ട് ആ സംഭവം ഒന്നുകൂടി പറയുന്നുണ്ട്, വെച്ചോടുക്ക്. ആ കേട്ടോ, ശംസുൽ ഉലമ നീ എന്റെ വീട്ടിലേക്ക് വരണ്ട, മർക്കസിന്റെ ചെക്കൊപ്പിടാൻ ഇനി ഇങ്ങോട്ട് വരണ്ട. ഞാൻ ചെയ്തി കൊടുത്തിട്ടൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് പോകാനായിട്ടോ. ഈ അക്കും പാത്തിനും തിരിയാത്തവന്റെ കൂടെ കൂടിയാല് അള്ളാനോട് ഹിസാബ് വരേണ്ടത്. ചെക്കൊപ്പിടിക്കാൻ കാന്തപുരം അവിടെ വന്നപ്പോൾ പറഞ്ഞു, നീ ഇനി എന്റെ പടി ചവിട്ടണ്ട, എന്റെ വീട്ടിലേക്ക് നീ വരണ്ട. ഞാൻ നേരിട്ട് കേട്ടതാണ്. എനിക്ക് അങ്ങനെ കുട്ടി ഹസൻ ദാരിമി നേരിട്ട് കേട്ടതാണ്. അപ്പൊ എ പി അബൂബക്കർ മുസ്ലിയാരെ അന്ന് തന്നെ പടിക്ക് പുറത്താക്കി എന്നാ പറഞ്ഞത്, ഒന്നിച്ചിരിക്കുന്ന കാലത്ത് തന്നെ. ഇനി സ്വഹിയാണ്, ഒന്നും പറയാൻ പറ്റൂല. മൂപ്പർ പറയുന്നുണ്ട്, കേസ് നടക്കുന്ന കാലത്ത് സുപ്രീം കോടതി പറഞ്ഞത്രേ, ബഹുമാന്യനായ കാന്തപുര അബൂബക്കർ മുസ്ലിയാരെ കണ്ടാൽ തന്നെ ഒരു കുരങ്ങന്റെ രൂപത്തിലാണ്. ഞാൻ പറഞ്ഞതല്ല, റവാഹു കുട്ടി ഹസൻ. ആ വെച്ചോടുക്ക് ഞങ്ങളോട് കളിച്ച് അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടോ കൊടുത്തില്ലേ, ആവശ്യമുണ്ടെങ്കിൽ വായിക്കാം കേട്ടോ. കേസ് കൊടുത്തില്ല എന്ന് പറഞ്ഞു സമസ്തകതല്ലേ. അതെന്താ ഒരു മോശം പോലെ തോന്നുന്ന ഹയമാരെ? ഇവർക്ക് കേസ് കൊടുത്തിട്ട് മോശമായി തോന്നുന്നുണ്ട്. ഇപ്പൊ തോന്നുന്നുണ്ടല്ലേ? ഞാൻ നിങ്ങളെ കേസുമായിട്ട് കോഴിക്കോട് മുനിസിപ്പൽ കോടതിയിൽ 3 കൊല്ലം നടന്ന ആളാണ്. മഞ്ചേരി കോടതിയിലും കോഴിക്കോട് കോടതിയിലും പിന്നെ ഹൈക്കോടതിയിലും.
സുപ്രീം കോടതിയിൽ നമുക്ക് പോയിട്ടില്ല, പോകാൻ സമസ്തന്റെ അടിമകൾ തന്നെ പല ബന്ധപ്പെട്ട ആളുകളുള്ളതുകൊണ്ട് സുപ്രീം കോടതി നിങ്ങളുടെ കേസ് തള്ളിയിട്ടുണ്ട്. മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞ ഈ മുസ്ലിയാർ നിങ്ങൾ കണ്ട ഒരു ബഹുമാനം തോന്നില്ല എന്നാ സുപ്രീം കോടതി പറയുന്നത്. നിങ്ങളുടെ തലയെക്കെട്ടും താടിയൊക്കെ കണ്ടിട്ടേ ഒരു കൊരകന്റെ മാതിരി ഉണ്ടായിരുന്നു. ആരെയും മുരിയാറെ പറ്റി അതൊക്കെ ഉണ്ട്. ഞാനിപ്പോ വായിച്ചുതരാം, വേണമെങ്കിൽ വായിച്ചുതരാം. ഓർക്ക് മനസ്സിലായി ഇതൊരു വിവരം കെട്ട വലിയ കുപ്പായിട്ട് നിന്നുള്ളൂ, ഇയാൾക്കൊരു വിവരമില്ല. ഭയങ്കര ശരിയാവും. കാരണം പറയുന്നാരാ? കുട്ടി അസന്താരിമി. സുപ്രീം കോടതി പറഞ്ഞാണ് ഇപ്പൊ. കോടതിന്റെ ഒരു നിലവാരം നോക്കി നിങ്ങള്. ഇവരെ റാവിയാണിത്. ഇവരെ വർത്താനത്തിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആരെ പേടിപ്പിക്കുന്നു? ശംസുലമ നേരിട്ട് പറഞ്ഞ വീഡിയോ കണ്ടോലാണോ നിങ്ങള്? അവിടെ നിങ്ങൾക്ക് തന്നെ അംഗീകരിക്കാൻ പറ്റുമോ? അത് ഞങ്ങളെ കൊണ്ട് തന്നെ. ഇനി അതൊക്കെ പോട്ടെ, ഒരുപാടുണ്ട്. ഇനി ഇപ്പൊ അടുത്ത് ബഹുമാന്യനായ കാന്തപുരം അവറുകൾ ഹോസ്പിറ്റലിലായപ്പോ എന്താ കുട്ടിയെ എന്തായാലും പറഞ്ഞ്? ഒരു ദജ്ജാല് ഹോസ്പിറ്റലിലായിട്ടുണ്ട്. എന്തായാലും സ്വഹീഹായ ഹദീസാണ്. റവാഹു കുട്ടിയാസൻ ദാരിമി. വെച്ചോടുക്ക അടുത്തവക്ക്. സംഘടനാ നിലക്ക് വലിയ വലിയ കോലിളക്കങ്ങൾ സൃഷ്ടിച്ച സമയത്താണ് ഈ വിനീതനായ ഈ പാവപ്പെട്ട എന്നെ പോലത്തെ ആളുകളൊക്കെ രംഗത്തിരുന്നത്. കോലിളക്കം എന്ന് പറഞ്ഞാൽ കല്ലേറ്, അടിപിടി, നായാട്ട്, പണ്ഡിതന്മാരെയും മുതല്ലിമീങ്ങളെയും മുഴുവനും ഒരു ദജ്ജാല് പിടിച്ചു വേങ്ങിയ ഘട്ടത്തിലാണ് എന്നെ പോലുള്ള ആളുകളൊക്കെ കർമ്മരംഗത്ത് വരാൻ തുടങ്ങിയത് കേട്ടോ. അന്ന് ഞാൻ ആ ഭാഗത്തെ തെറ്റി പറയുന്നില്ല. ആ ദജ്ജാൽ ഇപ്പോ മുജാഹിദീങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വളരെ അപകടകരമായ നിലയിലാണ് കേൾക്കുന്നത്. അതാണ് റവാഹു കുട്ടിയാസൻ ദാരിമി. റവാഹു ദാരിമി എന്ന് മാത്രം പറയാൻ പറ്റൂല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഇതൊക്കെ നിങ്ങൾ എരന്ന് വാങ്ങിയതാണ്. ആദ്യം പറയുന്ന ആളെ നിങ്ങൾക്കൊരു വിശ്വാസം വേണ്ടോ? നിങ്ങളെ നേതാവ് വരുന്ന സ്ഥലമാണ്. ഞങ്ങളെ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അത് ബാധിക്കുക. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങളെ നേതാവ് പോകലുണ്ട്. ആ സ്ഥലത്തെക്കുറിച്ച് ചെറിയ മക്കളെ കൊണ്ട് വരെ പരിഹസിപ്പിക്കാൻ കൊണ്ടുവന്ന റാവിയാരാ? കുട്ടിയാസൻ ദാരിമി. നിങ്ങളെ നേതാവിനെ കുറിച്ച് പറയുന്നു ദജ്ജാലാണ്. സ്വീകാര്യമാണോ? അല്ലേ? അത് സ്വഹീഹും അല്ല, അത് കളവും, ഇത് സ്വഹീ. അതെങ്ങനെ? അതിന് മറുപടി പറയണം. ഒന്ന് ട്രൗസറും മറ്റേ വെറുമുടി ആക്കാൻ പറ്റില്ല. ശരിക്കും മറുപടി പറയണം. കഴിഞ്ഞിട്ടില്ല. ഇനി ഓരോ നേതാക്കളെ കൊണ്ടുപോവാ. അടുത്ത് വരട്ടെ, നമ്മളെ കോട്ട് സക്കാഫി വരട്ടെ. ആ ദജ്ജാലി വിഷയം വന്ന കാലത്ത് ആരാ കുട്ടിയാസൻ ദാരിമി എന്ന് ശരിക്കും ഇവര് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് ഇ.കെ. ഉസ്താദ് ഉണ്ടെങ്കിൽ കുട്ടിയാസൻ ദാരിമിനെ എന്താ ചെയ്യാന്ന് നമ്മളെ മറ്റേ കോട്ട് സക്കാഫില്ലേ പണ്ട് നമുക്ക് ഒക്കെ പിന്നെ പോയതാണ്. അയാളൊന്ന് വന്നോട്ടെ. വരും തന്നെയാണ്. പക്ഷെ അങ്ങനെയുള്ള യാതൊരു സംസ്കാരവും ഇല്ലാത്ത, സമൂഹത്തിൽ ഒരു നിലവാരവും ഇല്ലാത്ത ഇത്തരം നാലാം കിടക്കാരായ ആളുകൾ ഇപ്പോഴും സമൂഹത്തിൽ ഉണ്ട് എന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ലജ്ജാകരമായ കാര്യമാണ്. ഞാനിപ്പോ ചിന്തിക്കുന്നത്, ഇദ്ദേഹം ഈ പ്രസംഗിക്കുന്ന ഈ ഒരു കാലത്ത് ബഹുമാനപ്പെട്ട ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ റബ്ബറല്ലാഹു മർക്കദ അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തിന്റെ രണ്ട് കാലും പിടിച്ച് അദ്ദേഹത്തെ കുളത്തിലേക്ക് വലിച്ചെറിയുമായിരുന്നു. കാരണം ബഹുമാനപ്പെട്ട ഇ.കെ. ഉസ്താദ് മരണപ്പെടുന്ന സമയത്ത് പോലും സുന്നികൾ ഐക്യപ്പെടണം എന്ന് ആഗ്രഹിച്ചൊരു പണ്ഡിതനാണ്. ആ പണ്ഡിതന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഈ പരമാവധി സുന്നികൾ ഐക്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇത്തരം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇയാളുടെ ഈ കാല് പിടിച്ച് അദ്ദേഹത്തെ കുളത്തിലിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു സംശയവുമില്ല. അപ്പൊ അതാണ് അവസ്ഥ. മൂപ്പരെ കുറിച്ചുള്ള വിശ്വാസം എന്താ? ഞമ്മക്കെതിരെ തെളിവായി കൊടുന്ന ആളെ കുറിച്ച് വിശ്വാസം എന്താ? ശംസുൽ ഉലമ റളിയല്ലാഹു അൻഹു ഉണ്ടെങ്കിൽ മൂപ്പരെ കാല് പിടിച്ച് കുളത്തിൽ മുക്കും. അപ്പൊ സ്വഹിയായ റാവിയാണോ? കഴിഞ്ഞിട്ടില്ല. ഇനി പോസ്റ്റ് ഇട്ട ആളെ ഞാൻ കൊണ്ടുവരും. ഓരോരുത്തർ പോസ്റ്റ് ഇടുമ്പോൾ ഓന് ചെറുത് കൊടുക്കണമല്ലോ. ആരാ മോനെ കുട്ടിയാസൻ ദാരിമി? ഈ ഒന്ന് പറഞ്ഞു കൊടുക്കും. അമ്പാട്ടേരാ പറയും. പറയാൻ ഇറക്കുന്ന വൃത്തികെട്ട വാചകങ്ങളിലൂടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാന്തപുരം ഉസ്താദിനെ അധിക്ഷേപിക്കാനും ഈ വൃത്തികെട്ട മനുഷ്യൻ സമയം കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇയാൾ സംസാരിക്കുമ്പോ മഹാനായ ശംസുൽ ഉലമ ഇയാൾക്ക് കൊടുത്തൊരു വരം കൂട്ടത്തിൽ ഇയാൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇയാൾ പറയുന്ന തോന്നിവാസങ്ങളൊക്കെ ശംസുൽ ഉലമയിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഇയാൾ പറയാറുള്ളതെങ്കിലും വസ്തുതാപരമായി ശംസുൽ ഉലമ ഇയാൾക്ക് കൊടുത്തൊരു വരമുണ്ട്. അത് നടന്നു പോകുമ്പോ
റോഡ് സൈഡിലൂടെ പോകാൻ പാടുള്ളൂ, കറുത്ത റോട്ടിലൂടെ പോകാൻ പാടില്ല എന്നാണ്. ശംസുൽ ഉലമ വളരെ കൃത്യമായി കൊടുത്ത ഒരു വരം തന്നെയാണത്. ഈ റോഡ് സൈഡിലൂടെ പോകണമെന്ന് പറഞ്ഞത് അയാൾ പറയുന്നുണ്ട്, സംഘടനയിലും അങ്ങനെ പോകണമെന്നാണ് എന്നോട് ശംസുൽ ഉലമ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ താൻ ഒരു സൈഡായിരിക്കും, എടുക്കാച്ചരക്കായിരിക്കും ഈ പ്രസ്ഥാനത്തിലും എന്ന വ്യക്തമായ സൂചനയായിരുന്നു ആ വാക്കിലൂടെ ശംസുൽ ഉലമ കൊടുത്തത്. പിന്നെ എങ്ങനെ മോനെ അക്കൗലെടുക്കുക? ഏതർത്ഥത്തിലാണ് ഇത് പോസ്റ്റ് ചെയ്ത്? ആ മുടക്കാചരക്കിന്റെ പോസ്റ്റ് ചെയ്തിന് എൻ്റെ കടക്ക് ഇപ്പം എന്തായിക്കാണ്ടാകുക? കഴിഞ്ഞിട്ടില്ല. ഇനി AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് കുട്ടിയസൻ ദാരിമി പറയുന്നു, അതിന് വഹാബ് സക്കാഫിന്റെ മറുപടി അടുത്ത വരട്ടെ. ഒരു മസ്ജിദിന്റെ പേരിൽ ഒരു മസ്ജിദിന്റെ 120 റൂം ബിസിനസിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കിയിട്ട് അതിനാദ്യമായി നിസ്കരിച്ച നിസ്കാരത്തോടുകൂടി ആ നിസ്കരിച്ച ഇമാമിന് രോഗം വന്നില്ലേ? ഇതൊക്കെ ആലോചിക്കാൻ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനാണ് പടച്ചതമ്പുരാൻ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. എന്ത് ദൃഷ്ടാന്താണ് കുട്ടിയസൻ ദാരിമി അതിലൊക്കെയുള്ളത്? മനുഷ്യന് രോഗം വരുന്നത്, പരീക്ഷണങ്ങൾ വരുന്നതൊക്കെ എല്ലാം ഇത്തരം ദൃഷ്ടാന്തമായി കണക്ക് കൂട്ടാമെങ്കിൽ താങ്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പരീക്ഷണം അല്ല തന്നത് ഇതുപോലെയുള്ള ഏതെങ്കിലും കാര്യത്തിലേക്കൊക്കെ കൂട്ടി വായിക്കാൻ ഞങ്ങൾ തയ്യാറാകാത്തത് ഞങ്ങൾ ഹബീബായ തങ്ങളിൽ നിന്ന് മതം പഠിച്ചതുകൊണ്ടാണ്. ഇസ്ലാമിക സംസ്കാരം നല്ല അപ്പൊ ഇയാളും അതും പഠിച്ചിട്ടില്ല, ഇയാൾക്ക് സംസ്കാരം ഇല്ലാതാണ് ഇവരെ ഒരു വിഷയം പറഞ്ഞപ്പോൾ വഹാബിന്റെ മറുപടി. ആയിക്കോട്ടെ, ഒന്നുകൂടി ഒരു 2 ചാൻസും കൂടി വഹാബിന് തന്നെ കൊടുക്കാണ്. പോസ്റ്റ് ഓനും കൂടി ഷെയർ ചെയ്തത് കൊണ്ട് അത് നിർബന്ധമാണ്. ഒന്നും കൂടി വന്നോട്ടെ. ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമേറിയ സംഘടനയല്ലാതെ അതിനെതിരെ കെട്ടിപ്പടുക്കപ്പെട്ട മുഴുവൻ സംഘടനയും പൊളിഞ്ഞ് തരിപ്പണമാവും കേട്ടോ. എന്റെ കാക്ക മുസ്ലിയാരെ, ഇത്തരം വാചക കസർത്തുകൾ നിങ്ങൾ പറയുന്നത് എന്റെ ചെറുപ്പം മുതലേ ഞാൻ കേട്ടുപോന്നതാണ്. അന്ന് എന്നോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നശിക്കുമെന്നത്. എന്നാൽ ആ പ്രസ്ഥാനത്തിന് ഒരു ചുക്കും ഒരു ചുണ്ണാമ്പും ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഈ തോന്നിവാസവും പറഞ്ഞ് അങ്ങ് താടിയും മുടിയും നരച്ചുപോയി എന്നല്ലാതെ എന്ത് ചുക്കാണ് നിങ്ങളുടെ ആയുഷ്കാലത്തിൽ ഈ പ്രസ്ഥാനത്തിനെതിരെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്? അനാവശ്യമായ ഫിത്നകൾ ഉണ്ടാക്കി സുന്നികളെ വീണ്ടും തമ്മിൽ തല്ലിക്കാൻ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ വേഷം കെട്ടി ഇറങ്ങിയിട്ടുള്ളത്? ഇതുമാത്രമല്ല, മനുഷ്യത്വരഹിതമായ യുക്തിവാദികൾ പോലും പറയാൻ അറക്കുന്ന വൃത്തികെട്ട വാചകങ്ങളിലൂടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാന്തപുരം ഉസ്താദിനെ അധിക്ഷേപിക്കാനും ഈ റാവിയാ. നമുക്ക് റാവിന്റെ അസിഹത്തിന് വേറെ നോക്കണ്ട, ബലനെ നോക്കിയാൽ മതി. ഇയാളെ കൗല ഞമ്മക്കെതിരെ കൊണ്ടുവരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എവിടെ എത്തി ബല്? അത്രയും പരിതാപകരമാണ് ബല അവസ്ഥ എന്നല്ലേ. ഒന്നുകൂടി വഹാബിന് അവസ്ഥ ഇനി ഒരുപാടുണ്ട്. തുടർന്നാൽ നമുക്ക് കുട്ടിയസൻ ദാരിമി എന്ന റാവിനെ കുറിച്ച് നിങ്ങളെ വലിയ നേതാക്കളൊക്കെ പറഞ്ഞു, മൂപ്പര് തിരിച്ചു പറയുന്നു. ഒരു പ്രസംഗം തന്നെ നടത്താനുണ്ട്, അത് വേണമെങ്കിൽ പിന്നെ നടത്താം. ഒരു അവസരം കൂടി വഹാബിന്. ശംസുൽ ഉലമയുടെ ഉറൂസ് നടക്കുമ്പോൾ കുറഞ്ഞ സമയമേ അദ്ദേഹത്തിന് സംസാരിക്കാൻ സമയം കൊടുത്തിട്ടുള്ളൂ സംഘാടകർ. ഇദ്ദേഹത്തിന്റെ നാക്കിനെ പേടിച്ചുകൊണ്ടാകാം അവിടെ വെച്ചും ഇദ്ദേഹം ഈ വിഷം തുപ്പിയിട്ടുണ്ട്. എന്നാൽ മഹാനായ ശൈഖിനെ പരിഹസിച്ചവര്, മഹാനായ ശൈഖിനെ കളിയാക്കിയവര്, മഹാനായ ശൈഖിനെ കൊഞ്ഞനും കുത്തിയവര്, മഹാനായ ശൈഖിന് വഫാത്തായാൽ മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും മയ്യിത്ത് നിസ്കരിക്കാനുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു വലിയ ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. ശൈഖിന് തിരിച്ചു പറഞ്ഞെന്താണെന്നറിയാമോ? ഞാൻ മരിച്ചു നോക്കട്ടെ, അന്നവൻ അത് കാണാൻ സാധിക്കും. പഴയ പച്ചക്കളവുകൾ ചേർത്തി വെച്ച് സുന്നി സമൂഹത്തെ തമ്മിലടിപ്പിക്കാൻ ഇയാൾ വീണ്ടും തെരുവുകളിലേക്ക് നാക്കിട്ടടിക്കാൻ വരുമ്പോ നേരത്തെ ഈ വരക്കൽ മക്കാമിലെ പ്രസംഗം കേട്ടിട്ട് മിണ്ടാതിരുന്നതാണ്. അങ്ങനെയുണ്ടല്ലോ നാട്ടിൽ പലതും നമ്മൾ സഹിക്കുന്നത്. കൃഷി നശിപ്പിക്കാൻ വരുന്ന ആനയെയും പന്നിയെയും നിയമപരമായി നമുക്ക് പ്രതിരോധിക്കുന്നതിന് പരിമിതിയുണ്ട്. അതുപോലെ നമ്മുടെ സ്കൂളുകളിലേക്കും മദ്രസകളിലേക്കും പോകുന്ന കുട്ടികളെ ശല്യപ്പെടുത്തുന്ന തെരുവ് പട്ടികളെ നമുക്ക് അങ്ങനെ പിടിച്ചാക്രമിക്കാനോ കൊലപ്പെടുത്താനോ പാടില്ല. രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ചാണ് അതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഇതുപോലെ ഇത്തരം കുട്ടിയസൻ ദാരിമിമാരെ കൈകാര്യം ചെയ്യുന്നിടത്ത് ഇസ്ലാമികമായ മാനദണ്ഡങ്ങൾ നമുക്ക് പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മിണ്ടാതിരുന്നതാണ്. പക്ഷെ അസഹനീയമാകുമ്പോ അത്തരം കാട്ടുമൃഗങ്ങളെ വെടിവെച്ചിടാനുള്ള ചില പെർമിഷനൊക്കെ രാജ്യത്ത് നിയമം നൽകുന്നുണ്ട്. തെരുവ് നായ്ക്കളെ കൈകാര്യം ചെയ്യാനും ചില പരിമിതിക്കുള്ളിൽ ചിലപ്പോ നിയമങ്ങൾ നമുക്ക് സമ്മതം തന്നേക്കാം. അത്തരം ഒരു ചെറിയ സമ്മതമാണ്, അല്ലെങ്കിൽ ചെറിയൊരു ആനുകൂല്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇയാളോട് ഇത്തരം ആവർത്തനം തുടരെ വന്നപ്പോ പ്രതികരിക്കേണ്ടി വന്നത്. സംസാരത്തിൽ അദ്ദേഹത്തിന് അർഹതപ്പെടാത്ത ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ കേൾവിക്കാർക്ക് അരോചകമുണ്ടാകും. ഇത്രയും പറഞ്ഞിട്ട് പോകാൻ പറയാം, മൂപ്പർക്ക് അറിയിക്കാത്ത ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിലുള്ള വാചകം ഞമ്മക്ക് ഉദ്ധരിക്കാൻ തന്നെ പറ്റും.
അത്രയും മോശമായി. എന്താ ഇപ്പൊ ചെയ്തു വെച്ചത്? അപ്പൊ നിങ്ങളെ എല്ലാ സംഭവം മുമ്പ് തുറന്നു പറഞ്ഞപ്പോ നിങ്ങൾ തിരിച്ചു പറഞ്ഞത് ഒരു വിലയില്ല. ആ രൂപത്തിൽ ഒരു കാശിന് അരക്കാശിന് വില കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തലങ്ങും വിലങ്ങും മറുപടി പറഞ്ഞ AP ഗുണ്ടകളെ, ഈ വാക്കാണോ നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുന്നത്? ഒന്ന് സ്വഹി ഒന്ന് വൈഫു അല്ലേ? നിങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഓ അത് കളവ്, അത് ശരിയില്ല. മഹാനെ കുറിച്ച് പറഞ്ഞാലോ ഓ അത് റെഡി. ആ മഹാനോ നിങ്ങളെ വലിയ ആള് പോയിരുന്ന സ്ഥലവും ഉളുപ്പുവാണോ ഉളുപ്പ്. മനസ്സിലായില്ലേ? അതാദ്യം തോട്ടിലെറിയേണ്ടത് നിങ്ങളല്ലേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ പറഞ്ഞ വാചകവും സത്യവും തമ്മിൽ ഒരു പുലബന്ധം പോലുമില്ല. ശംസുൽ ഉലമ എന്ന ഇതിഹാസം അവരെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കി. കാരണം അവരുടെ വീട്ടിൽ തന്നെ ആര് വന്ന് നേരിട്ട് തർബിയത്ത് ചെയ്തതാ ശൈഖുന മടവൂർ. പോക്കരഹാജിയുടെ മീനങ്ങാടിയിലെ വീട്, വയനാട് ജില്ലയിൽ അവർ ഏറ്റവും കൂടുതൽ താമസിച്ച സ്ഥലം. 79-ൽ മൂപ്പന്റെ വീട്ടിലേക്ക് വരുന്നത് മീനങ്ങാടിയിൽ നിന്ന് കുത്തുബിയത്തും ചൊല്ലിയിട്ടാണ്. EK ഉസ്താദിന്റെ കൂടെ 76 മുതൽ ബന്ധം. ഏതെല്ലാം ഞാൻ എണ്ണി എണ്ണി പറഞ്ഞു തന്നില്ലേ? ഒണ്ടയങ്ങാടിയിലെ പള്ളിയും മഖാമും ഒരേ സമയം തറക്കല്ലിടൽ. പള്ളിക്ക് തറക്കല്ലിടുന്നത് ശംസുൽ ഉലമ, മഖാമിന് തറക്കല്ലിടുന്നതാര്? നിങ്ങളിപ്പോൾ അവരാക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ നേതാവ് പോയിരിക്കുന്ന ഹദറത്തില്ലേ അവർ. എത്ര ഞാൻ പറഞ്ഞു, നെല്ലിക്കുന്ന് ഉറൂസ് നടക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ. നിങ്ങൾ മുഴുവനും എതിർത്ത മഹാനെ ശംസുൽ ഉലമ സ്ഥിരപ്പെടുത്തിയത് എന്തുകൊണ്ട്? വടകരോർ പറഞ്ഞു കൊടുത്ത ആ വാക്കുകളാ പറയുന്നത്. വടകരോർ പറഞ്ഞു കൊടുക്കുമ്പോഴും ആ ഉറൂസിനും ശംസുൽ ഉലമയുടെ കൂടെ അവരുണ്ട്. ചെറുവണ്ണൂരിലെ മിഹ്റാജ് നേർച്ച, വടകരോര ഹയാത്ത് കാലത്ത് നടക്കുന്ന നേർച്ച, EK ഉസ്താദ് ഉണ്ട്, അവരുണ്ട്. ഇത് ഒരു നേർച്ചയിലൊന്നല്ല, തുടർച്ചയായി. കോഴിക്കോട്ടെ സക്കാത്ത് വീട് 1 മുതൽ 12 വരെ റബീഉൽ അവ്വൽ നടക്കുന്ന മൗലിദിന് കണ്ണിയത്ത് ഉസ്താദ് ഉണ്ട്, EK ഉസ്താദ് ഉണ്ട്, അവരുണ്ട്. അതുകൊണ്ടാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോഴും ചെറുശ്ശേരി ഉസ്താദിനും ഉമർ അലി തങ്ങൾക്കും ശംസുൽ ഉലമ സമ്മതം കൊടുത്ത് അവിടെ വന്നത്. കാസർഗോഡ് ജില്ലയിലെ കോട്ടിക്കുളത്ത് 3 ദിവസം ശംസുൽ ഉലമയുടെ വഅദ്. ആ വഅദ് നടക്കുമ്പോ ശംസുൽ ഉലമയുടെ വഅദിന് മുമ്പ് ദ്വാരന്ന് കൊടുക്കുന്നത് അവരാണ്. അന്ന് രാത്രിയിലും അവരൊന്നിച്ചാണ്. തലശ്ശേരിയിലെ കെയിന്റെ വീട്, കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്, അവിടെയൊക്കെ അവരെത്തിയിട്ടുണ്ട്. ജാമിയ നൂരിയയിൽ MT ഉസ്താദിന്റെ നേതൃത്വത്തിൽ അവർക്ക് സ്വീകരണം കൊടുത്തിട്ടുണ്ട്. അന്ന് പ്രിൻസിപ്പാൾ ശംസുൽ ഉലമയാണ്. അങ്ങനെ ഞങ്ങൾ എണ്ണി എണ്ണി പറയാൻ തുടങ്ങിയാൽ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, നിങ്ങൾ ആ മഹാനെ കുറിച്ച് മിണ്ടാൻ പാടുണ്ടോ? നിങ്ങളുടെ മർക്കസിന്റെ 1ാമത്തെ സമ്മേളനം, ആ സമ്മേളനത്തിൽ വടകരോറും അന്ന് വൈലത്തൂർ തങ്ങളും ഇവര് സ്റ്റേജിലേക്ക് പോകുമ്പോ AP അബൂബക്കർ മുസ്ലിയാരെ ഇരുത്തിയിട്ട് മർക്കസിന്റെ ഓഫീസിൽ നിന്ന് നിങ്ങൾ ക്ഷണിച്ചു കൊണ്ടുപോയതാ. ചെറുവറ്റയിലെ ഹുസൈനാജിന്റെ വീട്ടിൽ വന്ന് നിങ്ങൾ അവരെ ക്ഷണിച്ചതാണ് അക്കാലത്ത്. എന്നിട്ട് നിങ്ങൾ ഇപ്പൊ അവരെ തെറി പറയുന്നു. അതിന്റെ റാവി കുട്ടിയസന്താനിമി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തൗഫീഖില്ല എന്ന് പറഞ്ഞോളോ, തൗഫീഖില്ല എന്ന് പറഞ്ഞോളി. 89-ൽ എറണാകുളത്ത് സമ്മേളനം നടക്കുമ്പോ ആ സമ്മേളനത്തിന്റെ ദിവസം ബിസ്മി ലോഡ്ജിൽ വെച്ച് MA ഉസ്താദും പാറന്നൂർ ഉസ്താദും അതുപോലെ തന്നെ അണ്ടോണ ഉസ്താദും അവരെയൊക്കെ സാന്നിധ്യത്തിൽ TMC ഉസ്താദും സാന്നിധ്യത്തിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞ വാക്ക് ഞാൻ ചോദിച്ചില്ലേ? നിങ്ങളുടെ അടിത്തറ മുതൽ അവരുണ്ട്. അവരോട് സഹായം തേടിയിട്ടാണല്ലോ നിങ്ങളെ മർക്കസ് പടുത്തുയർത്തിയത്. സഖാഫിമാരെ, തെരുവിൽ, വാട്സപ്പിൽ, യൂട്യൂബിൽ ആ മഹാനെ കടിച്ചു കീറുമ്പോ മർക്കസിൽ നിന്ന് നീ തിന്ന ചോറുണ്ടല്ലോ, അത് അവരുടെ ഔദാര്യത്തിൽ നിനക്ക് കിട്ടിയതാണല്ലോ. എന്നിട്ട് അതിനെ ഒന്നുമല്ലാതെ നീ തള്ളിയ ഒരാളെ ക്ലിപ്പുമായിട്ട് വരിക. ഞങ്ങൾ നേരെ ഹയാത്തിലുള്ള ചരിത്രം ഉണ്ടാവുമ്പോ ആർക്ക് വേണം നിന്റെ ക്ലിപ്പ്? അയ്യനെടുത്ത് കൊണ്ടേക്കോ. ഞങ്ങളത് നേരിട്ട് കണ്ടതാണ്. EK ഉസ്താദ് അവരെ കുറിച്ച് പറയുന്ന വാക്കടക്കം. അവരെ കുറിച്ച് പറയാത്തവരാരാ? വലിയുള്ള എന്ന് നേരെ മടവൂർ ശൈഖുന ആ കൈപ്പടിയിൽ എഴുതിയ എഴുത്ത് ഇന്നും ഹയാത്തിലുണ്ടോ?
അതിന്റെ മേലെയാണോ നിന്റെ ഈ ക്ലിപ്പ്? ആരെയാണ് നിങ്ങൾ പാഠം പഠിപ്പിക്കാൻ വരുന്നത്?